Sadgure Sharanam, എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? Hope you have made merry with this Christmas. And now it's time for New Year. I wish you a wonderful and fabulous New Year ahead. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ 2 പേരെ കണ്ടു. വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. നമ്മുടെ ഡു ആൻഡ് ഡസ്. ഡുവിന്റെ സിസ്റ്ററാണ് ഡസ് കേട്ടോ. അപ്പോൾ അവർ 2 പേരും എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് പറയാം, ടീച്ചർ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ ഡു എന്താ ഡസ് എന്ന് ചോദിച്ചു. അപ്പൊ പറയാ, ഞങ്ങൾ വളരെ വിഷമത്തിലാണ് ടീച്ചർ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം, വാട്ട്സ് ഇറ്റ് മാറ്റർ? അപ്പൊ അവര് പറയാണ്, ടീച്ചർ ഒരു ടീച്ചറല്ലേ, ടീച്ചർ ദയവ് ചെയ്ത് എല്ലാവരോടും ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഞങ്ങളെ ഒന്ന് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. Everybody is misplacing us. I'm made to sit in my sister Does place and she is made to sit in my place. പരീക്ഷയ്ക്ക് തെറ്റുമ്പോൾ ഞങ്ങളെയാണ് കുറ്റം പറയുന്നത്. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് പോലും. ടീച്ചർ ഞങ്ങൾ പാവങ്ങളല്ലേ, പ്ലീസ് ടീച്ചർ പ്ലീസ് ഹെൽപ്പ് us. അവരുടെ ഈ ദുഃഖം കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും സഹിച്ചില്ല. അപ്പം തന്നെ ഞാൻ ഒരു വീഡിയോ അങ്ങ് എടുക്കാം, നിങ്ങളോട് വിവരമൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ന്യൂ ഇയറിൽ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരുമിച്ച്, നിങ്ങൾ റെഡി അല്ലേ? നമുക്ക് ഒരുമിച്ച് അവരുടെ ആ ദുഃഖം ഒന്ന് മാറ്റാം. സോ ആർ യു റെഡി? സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലത ശ്രീജിത്ത്. അപ്പോൾ ആദ്യം തന്നെ, ആരാണ് ഈ ഡു, ആരാണ് ഈ ഡസ്, എന്താണ് ഇവരുടെ റോൾ അല്ലെ? അതല്ലേ നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ തലതൊട്ടപ്പന്മാരാണ് അവർ. ദേ ആർ ദ സ്പോൺസേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ദേ ആർ ദ പില്ലേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഡൂവിൻ്റെ ഡസിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചെയ്യുക. Let's see one by one what are the various uses of do and does in our daily life. നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാണോ? അപ്പൊ ശരി ആണ്, ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് അല്ലേ എന്ന് നിങ്ങൾക്ക് എന്നോട് മറുപടി പറയണം. അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും? ഡു ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. I do my exercise every day. അല്ലെങ്കിൽ I do exercise every day. ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ട്. കണ്ടോ? അപ്പൊ ഇവിടെ ഡു മെയിൻ വേർബാണ്. നിങ്ങൾക്ക് തൊട്ടടുത്ത് നോക്കാം, വേറെ ഏതെങ്കിലും വേർബ് ഉണ്ടോ? ഇല്ല. എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വ്യായാമം എന്ന് പറയുന്ന ഒരു നൗൺ ആണ്, അല്ലാതെ എക്സസൈസ് ചെയ്യുക എന്നുള്ള ഒരു വേർബ് അല്ലല്ലോ അത്. അപ്പൊ ഇവിടെ I do my exercise every day. ഞാൻ എൻ്റെ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യും, അല്ലെങ്കിൽ I do exercise every day. ഇനി അവൾ എക്സസൈസ് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും? നമ്മുടെ സഹോദരി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ മോള് എക്സസൈസ് ചെയ്യാറുണ്ടെന്ന് പറയണം. അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? ഷീ. ആയി മാറി, ആര് വന്നു? സംഭവ സ്ഥലത്ത് ഷീ എത്തി. ഷീ വന്നപ്പോഴുണ്ടല്ലോ, നമ്മൾ ഡൂവിനെ ഇങ്ങനെ ക്യാരം ബോർഡിലെ കോയിൻ ഇങ്ങനെ തെറിപ്പിച്ച് കളയുന്ന പോലെ കളയണം. അവരുടെ പ്രധാന പ്രശ്നം അതാണ് അല്ലേ, അവരുടെ പരാതി അതാണ്, മാറ്റിയിരുത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഷീ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരാ വേണ്ടത്? നമുക്ക് സിസ്റ്ററിനെ വിളിക്കാം, ഡൂവിന്റെ സിസ്റ്ററിനെ വിളിക്കാം. ആരാണ്? ഡസ്. ഡസ് ഇവിടെ വരൂ, ഇവിടെ വന്നിരിക്കൂ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഷീ കഴിഞ്ഞ് ഡസിനെ ഇരുത്തി. അപ്പൊ ഷീ ഡസ് എക്സസൈസ് എവറി ഡേ. അവൾ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഡൂം ഡസും ഉപയോഗിക്കുന്നത് ചില പ്രത്യേക ആൾക്കാരുടെ കൂടെയാണ്. അത് നിങ്ങൾക്ക് പോകെ മനസ്സിലാവും. കാരണം ആദ്യമേ ഞാൻ നിയമമായിട്ട് പറയുന്നില്ല, ആദ്യമേ നിയമം അങ്ങ് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നമുക്ക് ഒരു സെന്റൻസ് ബൈ സെന്റൻസ് നോക്കുമ്പോൾ അവസാനം നിങ്ങൾ തന്നെ ആ നിയമം നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാം. എന്ത് പറയുന്നു? പിന്നെ അവർ സ്കൂളിലൊക്കെ എങ്ങനെയാണ്, പിള്ളേർ എങ്ങനെ ഇരിക്കുന്നു, അവരുടെ സ്കൂളിലെ പഠിത്തമൊക്കെ എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പറയും, അവർ സ്കൂളിലൊക്കെ നന്നായിട്ട് പോകുന്നു. They do well in school. സ്കൂളിലൊക്കെ നന്നായി അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ they എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നപ്പോൾ വീണ്ടും നമ്മൾ ആരെ വിളിച്ചു? ഡൂവിനെ വിളിച്ചു. ഹലോ ഡു ഇവിടെ വരൂ, ഹലോ ഡു ഇവിടെ വരൂ, ഇവിടെ വന്നിരിക്കൂ എന്ന് വിളിച്ചു പറയണം. അപ്പോൾ ഓടി വന്നിരിക്കും. അല്ലാതെ പറയാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ പിടിച്ച് അവിടെ ഇരുത്തിയാൽ അവർക്ക് ദേഷ്യം വരില്ലേ? അപ്പൊ നോക്കിക്കൊള്ളണം, ഏതൊക്കെ സബ്ജക്റ്റ് വരുമ്പോഴാണ് ഡു വരുന്നത്, ഏത് സബ്ജക്റ്റ് വരുമ്പോഴാണ് ഡസ് വരുന്നതെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കൊള്ളണേ. എല്ലാ വർഷവും നമ്മൾ എല്ലാ ഫെസ്റ്റിവൽസും ആഘോഷിക്കാറുണ്ട് എന്ന് നമുക്ക് പറയണം. അപ്പൊ നമ്മൾ എന്ത് പറയും?
വി സെലിബ്രേറ്റ് എന്ന് പറയാം, പക്ഷെ നമുക്ക് ഡു ഉപയോഗിച്ച് ഈ സെന്റൻസ് പറഞ്ഞു നോക്കാം. വി ഡു ദ ഫെസ്റ്റിവൽ എവറി ഇയർ. അപ്പോ വി വന്നപ്പോ ആര് വന്നു? ഡു. അവൻ അവനാൽ കഴിയുന്ന എല്ലാ രീതിയിലും സഹായിക്കാറുണ്ട്. ഹി, ഇപ്പൊ ഹി വന്നേ, അപ്പൊ സബ്ജക്റ്റ് ആരാണ്? ഹി, അവൻ. ഹി വന്നപ്പോ ആര് വരും? ഡസ് വരും. ഹി ഡസ് ഹിസ് ബെസ്റ്റ് ടു ഹെൽപ്പ്. പിന്നെ അവളാണ് അവളുടെ കുടുംബത്തിന് വേണ്ടി കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്, പാചകമൊക്കെ ചെയ്യുന്നത് അവളാണ്. അപ്പൊ അവളാണ് ഫാമിലിക്ക് വേണ്ടി പാചകമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഷീ ഡസ് ദ കുക്കിംഗ് ഫോർ ദ ഫാമിലി. അപ്പൊ ഷീ വന്നപ്പോ വീണ്ടും ഡസ് വന്നു. എൻ്റെ ആരോഗ്യത്തിന് വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് അത് വരുത്തിയത് എന്നെങ്ങനെ പറയും? അപ്പൊ അത് സബ്ജക്റ്റ് ഇറ്റ് ആണ്. ഇറ്റ്. അപ്പോ ഡു വേണോ ഡസ് വേണോ? ഡസ് എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും ഒരു കയ്യടി. ഓക്കെ, സോ ഇറ്റ് ഡസ് വണ്ടേഴ്സ് ഫോർ മൈ ഹെൽത്ത്. കമ്പനി ആഗോളതലത്തിലാണ് ബിസിനസ് ചെയ്യുന്നത്. The company does business globally. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു റൂൾ ഉണ്ടാക്കി നോക്കാം. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന എല്ലാരെയും കുഴച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൂളാണത്. സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്യണം. എങ്ങനെ? അപ്പൊ സബ്ജക്റ്റും വേർബും തമ്മിൽ ഒരു മാച്ച് വേണം. ആ എഗ്രിമെന്റ് പ്രകാരം എന്താണെന്ന് അറിയാമോ? ഐ, യു, വി, ദേ ഈ സബ്ജക്ട്സ് ഒക്കെ വരുമ്പോൾ ഡു പറഞ്ഞിട്ടുണ്ട്, ഡു വന്നോളാന്ന്. പിന്നെ പ്ലൂറൽ സബ്ജക്ട്സുകൾ, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, അതാണല്ലോ ദേ എന്ന് പറഞ്ഞത്. അപ്പം പക്ഷെ ഇവിടെ ഐ മാത്രം ഒരു സ്പെഷ്യൽ ആളാണ്. ഐക്ക് എപ്പോഴും അതെ, നമ്മൾ അങ്ങനെയല്ലേ, ഞാൻ 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 എന്നൊരു ഭാവമല്ലേ നമുക്കെല്ലാവർക്കും. അപ്പോൾ ആ ഐ എന്ന് പറയുന്ന ആൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരാളാണെങ്കിലും എനിക്കും ഡു വേണമെന്ന്. കാരണം ഐക്കും ഡൂവിനും കൂടെ എന്തോ ഒരു ദുരൂഹമായ കൂട്ടുകെട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഉപജ്ഞാതാക്കൾ തീരുമാനിച്ചു, എന്നാ പിന്നെ പോട്ടെ, ഞാനല്ലേ ഐ, ഐക്ക് അവന്റെ ഡിമാൻഡ് അങ്ങ് സാധിച്ചു കൊടുക്കാം, എന്നാ പിന്നെ നീ ഡൂവിന്റെ കൂടെ ഇരുന്നോ, ഐ ഡു. ഓക്കെ, പക്ഷേ ഹി, ഷീ, ഇറ്റ്, പിന്നെ ഏതെങ്കിലും ഒരാളെ ഉള്ളൂ എന്ന് വെച്ചു. ഇപ്പോ രമ അല്ലെങ്കിൽ രാജു, അങ്ങനെയൊക്കെ ഒരാളെ ഉള്ളെങ്കിൽ ഞാൻ ഡസ് ഇരുന്നോളാം. ഇതാണ് അവരുടെ എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റിന് തുരങ്കം വെച്ചുകൊണ്ടാണ് എല്ലാവരും മാറ്റി മറിച്ചൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അവർക്ക് വിഷമം വരില്ലേ? അവർ വളരെ പാവം പിള്ളേരാ, ഡൂവും ഡസും. അവരെപ്പോഴും നമ്മളെ സഹായിക്കാൻ വളരെ വില്ലിങ് ആണ്. നമ്മളാണ് അവരുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കാതെ അവരെങ്ങനെയെങ്കിലും ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്, അല്ലേ? ആരുടെ കുഴപ്പം? ഡൂവിന്റെയും ഡസിന്റെയും കുഴപ്പമാണോ? അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാം ഡൂവും ഡസും മെയിൻ വേർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. മെയിൻ വേർബ് എന്ന് വെച്ചാൽ പിന്നെ വേറൊരു വേർബ് അവിടെ ഇല്ല. അപ്പോൾ അർത്ഥം എന്താണ്? ഇതിന്റെ മെയിൻ വേർബായിട്ട് വരുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക അർത്ഥമാണ്. എന്താണ്? ചെയ്യുക എന്നുള്ള അർത്ഥം, ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് മെയിൻ വേർബായിട്ട് വരുമ്പോൾ. പക്ഷെ ഇനി അങ്ങോട്ടാണ് ഇവരുടെ മുഖം തന്നെ മാറുന്നത്. പുതിയ മുഖം എന്ന് പറഞ്ഞ പാട്ട് പോലെയാണ്. ഇനി അവരുടെ പുതിയ മുഖമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ പുതിയ മുഖത്തിൽ അവരെന്തെല്ലാം വേഷപ്പകർച്ചകളാണ് ഇവിടെ ആടാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കി. അപ്പോൾ ഡു ആൻഡ് ഡസ് ആസ് ഓക്സിലറി വേർബ്സ്. ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സഹായ ക്രിയകൾ. മെയിൻ വേർബിനെ സഹായിക്കാനായിട്ട് ഇവർ വരും. വളരെ സഹായികളാ. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എപ്പോഴും അങ്ങനെ മെയിൻ വേർബായിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല. അവർക്ക് സഹായ ക്രിയകളായിട്ടിരിക്കാനും ഇഷ്ടമാണ്. ഒരു വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യരാണെന്നേ ഡൂവും ഡസും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ നമ്മൾ ഓക്സിലറി വേർബ്സ് എന്ന് പറയും. പിന്നെ അവർ ക്വസ്റ്റ്യൻസിൽ വരും, നെഗറ്റീവ് സെന്റൻസിൽ വരും, പിന്നെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസിൽ വരും, ഫ്രേസൽ വേർബ്സിൽ വരും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അവരില്ലാത്ത ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആർക്കും പറ്റില്ല. ഇനി നമുക്ക് അവരെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കയ്യിൽ വല്ല പൈസയൊക്കെ ഉണ്ടോ എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നറിയാം നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുകയാണ്, കയ്യിൽ കാശൊക്കെ ഉണ്ടോ, എങ്ങനെ ചോദിക്കും? ഡു. You have any money? Do you have any money? ഇവിടെ ഡൂവിന് ചെയ്യുക എന്നൊരു അർത്ഥമേ ഇല്ല. ഇത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ഡൂവിനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോർമേഷന് വേണ്ടി, അതായത് പ്രസന്റ് ടെൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ, അത് പ്രസന്റ് ടെൻസിനെ രൂപപ്പെടുത്തുന്നതിൽ ഡൂവിന് വലിയ ഒരു റോൾ ഉണ്ട്. മനസ്സിലായോ?
അപ്പോൾ ഡു ഇല്ലാതെ നമുക്ക് ഒരിക്കലും പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിൽ സെന്റൻസുകളോ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. ഡു ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടാണ്, മനസ്സിലായോ? ഡു യു ഹാവ്, ഉണ്ടോ, എനി മണി, നിന്റെ കയ്യിൽ വല്ല പൈസയും ഉണ്ടോ? ഇവിടുത്തെ മെയിൻ വേർബ് ഏതാണെന്ന് അറിയാമോ? ഹാവ്. നിനക്ക് കോഫി ഇഷ്ടമാണോ? ഡു യു ഇഷ്ടമാണോ? ലൈക്ക് കോഫി. ഇനി അവൾക്ക് കോഫി ഇഷ്ടമാണോ? ഡസ്. കാരണം ഷീ ആണല്ലേ, അവൾ ഷീ ആണ്. അപ്പോൾ ഷീ വന്നാൽ ഡസ് ആണ് വരേണ്ടത്. അപ്പൊ ഡസ് ഷീ ലൈക്ക് കോഫി. ഇനി ഇതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കൺഫ്യൂഷനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഡൂം ഡസും വരുമ്പോൾ വരുന്ന വേർബ് എങ്ങനെയുള്ളതായിരിക്കും? ആള് മാന്യനാണോ എന്ന് നമുക്ക് നോക്കണ്ടേ? ഡൂം ഡസും വരുമ്പോൾ കൂടെ വരുന്നൊരു വേർബ് അത് എപ്പോഴും എസ് ഇല്ലാത്ത വേർബായിരിക്കും. അതായത് പ്ലൂറൽ വേർബ് ആയിരിക്കും ഡൂവിൻ്റെയും ഡസിൻ്റെയും കൂടെ വരുന്നത്. നോർമലി നമ്മൾ പറയാം ഷീ ലൈക്സ് എന്നും യു ലൈക്ക് എന്നുമാണ് പറയുക. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് പ്രകാരം നമ്മൾ ഷീയുടെ കൂടെ ലൈക്സ് എന്നും യുടെ കൂടെ ലൈക്ക് എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ യു വന്നപ്പോഴും ഷീ വന്നപ്പോഴും നമ്മൾ ലൈക്ക് എന്നാണ് ഉപയോഗിച്ചത്. അതിന്റെ കാരണം ഡു ആൻഡ് ഡസ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ അവിടെ വരുന്ന വേർബ് എപ്പോഴും ബേസ് ഫോമിൽ എസ് ഇല്ലാത്ത വേർബ് ആയിരിക്കണം. ഇപ്പൊ ഡു വന്നാലും ഡസ് വന്നാലും വേർബ് എപ്പോഴും എസ് ഇല്ലാത്ത വേർബ് ആയിരിക്കും, റൂട്ട് ഫോമിൽ എസ് ഇല്ലാത്ത വേർബ്. ഇപ്പൊ ലൈക്ക് എന്നും ഈറ്റ് എന്നും ലാഫ് എന്നും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഡൂവും ഡസും ഇല്ലാത്ത സെന്റൻസിൽ നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റ് ഏതാണ്, അതിനനുസരിച്ച് വേർബ് കൊടുക്കാനാണ്. ഇപ്പൊ ഡൂവും ഡസും ഒരു സെന്റൻസിൽ ഇല്ലെന്ന് വിചാരിച്ചു. ആ ഒരു സെന്റൻസിൽ നമ്മൾ വേർബ് യൂസ് ചെയ്യുമ്പോൾ നമ്മളപ്പോൾ ഏത് നിയമമാണ് നോക്കേണ്ടതെന്ന് അറിയോ? ആ സബ്ജക്റ്റ് ആരാണ്, ആ സബ്ജക്റ്റിന് ഏതാണ് മാച്ച് എന്നാണ് നോക്കേണ്ടത്. പിന്നെ അവിടെ നമ്മൾ ഡൂവും ഡസിനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഷീ എന്ന് പറയുമ്പോൾ ലൈക്സ് എന്ന് പറയണം, അവിടെ ഐ എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് എന്ന് പറയും. അപ്പോൾ ഷീ ലൈക്സ് കോഫി എന്നും ഐ ലൈക്ക് കോഫി എന്നും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. പക്ഷെ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഡു യു ലൈക്ക് കോഫി, ഡസ് ഷീ ലൈക്ക് കോഫി എന്നുള്ള ഈ രണ്ട് ക്വസ്റ്റ്യൻസിലും ലൈക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ഡൂവും ഡസും ഉള്ളത് കൊണ്ട്. നമുക്ക് ഒരാളോട് ചോദിക്കണം എന്താ നിങ്ങളുടെ ജോലി എന്താ എന്ന് ചോദിക്കാൻ വാട്ട്സ് യുവർ ജോബ് എന്ന് നമ്മളെല്ലാവരും ചോദിക്കും. പക്ഷെ അല്ലാതെ ഡു ഉപയോഗിച്ച് നമുക്കത് എങ്ങനെ ചോദിക്കാം? വാട്ട് ഡു യു ഡു? ഇവിടെ രണ്ട് ഡു വന്നു. അപ്പൊ കൺഫ്യൂഷൻ ആയോ? ആ എങ്കിൽ നമുക്കിപ്പൊ തന്നെ ആ കൺഫ്യൂഷൻ മാറ്റാം. നോക്കിക്കോളൂ. വാട്ട് ഡു യു ഡു, ഇതിൽ ആദ്യത്തെ ഡു വാട്ട് ഡു യു എന്നുള്ളതിൽ ഡു അത് ഒരു ഓക്സിലറി വേർബാണ്. ഒരു പ്രസന്റ് ടെൻസിൽ നീ എന്താണ് നിന്റെ ജോലി എന്നുള്ള പ്രസന്റ് ടെൻസിലുള്ള ചോദ്യമായിട്ട് ഈ ഒരു സെന്റൻസിനെ മാറ്റാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളാണ് ഇവിടെ ഡു. വാട്ട് ഡു യു ഡു. രണ്ടാമത്തെ ഡു മെയിൻ വേർബാണ്. ഇപ്പൊ രണ്ട് ഡു വരുമ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഓർത്തോളണം, അതിൽ ഒരെണ്ണം ഓക്സിലറി വേർബും ഒരെണ്ണം മെയിൻ വേർബും ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഡൂവിന് പല രീതിയിൽ വരാം എന്ന് ഞാൻ പറഞ്ഞില്ലേ, പല പല മുഖങ്ങൾ ഉപയോഗിച്ച് ഡു വന്നിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ച് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. സോ വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ ഇപ്പൊ നീ എന്താണ് നിന്റെ ജോലി എന്നാണ് അർത്ഥം. വാട്ട് ഈസ് യുവർ ജോബ്. ഇനി നമുക്ക് അടുത്ത യൂസേജിലേക്ക് പോയാലോ? നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ. എന്തെങ്കിലുമൊക്കെ കാര്യം ഇല്ല, അല്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് ആര് വേണം? ഡു മാത്രം പോരാ, ഡസ് മാത്രം പോരാ, നോട്ടും കൂടെ വേണം. ഇപ്പൊ ഡൂവിന്റെയും ഡസിന്റെയും ചേട്ടനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചില്ലേ? ഡിഡ്. അപ്പൊ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ചേട്ടനും ആളൊരു ഗജകേസരിയാണ്. അതുകൊണ്ട് ചേട്ടനെ കുറിച്ച് ഒറ്റയ്ക്ക് ഒരു വീഡിയോ ഇട്ടു. എനിക്ക് കോഫി ഇഷ്ടമല്ല എന്തെങ്ങനെ പറയും? ചുമ്മാ പറയണം എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു എനിക്ക് കോഫി ഇഷ്ടമല്ല. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഐ ഡു നോട്ട് ലൈക്ക് കോഫി. അവൾക്ക് കോഫി ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും? ഷീ ആര് വരണം? വെരി ഗുഡ്. ഡസ് നോട്ട്. ഷീ ഡസ് നോട്ട് ലൈക്ക് കോഫി. എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. നേരത്തെ ചോദിച്ചില്ലേ ഡു യു ഹാവ് എനി മണി എന്ന്. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ പറയാണ്. ഐ ഡു നോട്ട് ഹാവ് എനി മണി. എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. ഇനി നമുക്ക് അടുത്ത യൂസേജിലേക്ക് പോകാം. എംഫാറ്റിക് സെന്റൻസസ്. എംഫാറ്റിക് സെന്റൻസസ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഡിഡ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ഊന്നി പറയുക. ഇപ്പൊ ഡൂ ഡസ് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ ഊന്നി പറയണം.
ഇപ്പൊ ഡിഡ് ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഉറപ്പിച്ച് പറയാൻ, ഊന്നി പറയാനാണ് നമ്മൾ ഡിഡ് ഉപയോഗിച്ച് അന്ന് പഠിച്ചത്. അപ്പൊ ഇതിൽ പ്രസന്റ് ടെൻസിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത്, വർത്തമാന കാലത്തിൽ നമുക്ക് കാര്യങ്ങളെ ഊന്നി പറയാം. അതെങ്ങനെയെന്നാണ്, എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയും? ഐ ഡു ലൈക്ക് കോഫി. അവൾക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്, എങ്ങനെ പറയും? ഷീ ഡസ് ലൈക്ക് കോഫി. വെറുതെ ഷീ ലൈക്സ് കോഫി എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കാം, പറഞ്ഞാൽ മതി. പക്ഷെ ഉറപ്പിച്ച് പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഷീ ഡസ് ലൈക്ക് കോഫി. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഷീ ലൈക്സ് കോഫി എന്നാണ് നിങ്ങൾ പറയുന്നത് വെച്ചോ, അവിടെ ഈ ലൈക്സ് വന്നില്ലേ, ഈ ലൈക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ലൈക്സ് എന്ന് പറയുന്ന ഒരു വേർഡിനെ സ്പ്ലിറ്റ് ചെയ്താൽ അതെങ്ങനെയാവുമെന്ന് അറിയോ? ഡസ് പ്ലസ് ലൈക്ക് ഇസ് ഈക്വൽ ടു ലൈക്സ് എന്നാണ്. അപ്പൊ ഷീ ഡസ് ലൈക്ക് കോഫി എന്നും പറയാം, ഷീ ലൈക്സ് കോഫി എന്നും പറയാം. അതാണ് സംഭവം. അപ്പൊ ഡസ് വന്നപ്പോൾ ലൈക്കിൽ നിന്ന് നമ്മൾ എസ് അങ്ങ് മാറ്റി, നേരത്തെ പറഞ്ഞില്ലേ ആ നിയമം. സോ ഷീ ഡസ് ലൈക്ക് കോഫി എന്ന് പറയുമ്പോൾ അവിടെ ഡസ് വന്നുകൊണ്ട് പിന്നെ ലൈക്സ് പറയണ്ട. അവിടെ ഡസ് വന്നതുകൊണ്ട് ലൈക്സ് എന്ന് പറയണ്ട, ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഡസും ഡൂവും വന്നാൽ പിന്നെ നമ്മൾ സബ്ജക്റ്റ് ഷീ ആണോ ഹീ ആണോ ദേ ആണോ നോക്കേണ്ട കാര്യമേ ഇല്ല. അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഡൂവും ഡസും ഉണ്ടോ എന്നാണ്. അപ്പൊ അവർക്കാണ് ആദ്യത്തെ പ്രിഫറൻസ്. അത് കഴിഞ്ഞേ പിന്നെ സബ്ജക്റ്റിന്റെ കാര്യമൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഷീ ലൈക്സ് കോഫി എന്ന് പറയുമ്പോൾ ഷീക്കാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ ഷീ ഡസ് ലൈക്ക് കോഫി എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഡസിനാണ്. അപ്പൊ ഡസ് വന്നാൽ പിന്നെ ലൈക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗോട്ട് ദ പോയിന്റ്? അവൾ നന്നായിട്ട് പാടും, ഷീ ഡസ് സിങ് ബ്യൂട്ടിഫുള്ളി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയും. പക്ഷെ ഉറപ്പിച്ച് പറയാൻ ഷീ ഡസ് സിങ് ബ്യൂട്ടിഫുള്ളി. പിന്നെ ആ കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കും, അത് കൊടുക്കും, പിന്നെ അവര് കൊടുക്കും. The company does provide health insurance. Does provide. അല്ലെങ്കിൽ എങ്ങനെ പറയാം? The company provides health insurance. നമ്മളിപ്പോൾ ഒരു ജോലിക്കൊക്കെ വേണ്ടി ഒരു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡീറ്റെയിൽ ആണിത്, അല്ലേ? ആ കമ്പനിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. നീ ചെയ്ത സഹായത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും എന്ന് നമുക്ക് പറയണം. അത് ഉറപ്പിച്ച് പറയണം. അപ്പോൾ എങ്ങനെ പറയാം? I do appreciate your help. അപ്രിഷിയേറ്റ് യുവർ ഹെൽപ്പ് എന്നാണ് പറയേണ്ടത്. നിന്റെ ഉപകാരത്തിന് ഞാൻ എപ്പോഴും കടപ്പാടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ വളരെ നന്ദിയുള്ളവരായിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ നല്ലൊരു വേർഡാണ് ഐ അപ്രിഷിയേറ്റ്. ഐ ഡു അപ്രിഷിയേറ്റ് യുവർ ഹെൽപ്പ്. അപ്പൊ താങ്ക്സ് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് പറയുന്നതാണ് ഐ അപ്രിഷിയേറ്റ്. പിന്നെ എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയാനാണ് ഐ ഡു നോട്ട് ഹാവ് എനി മണി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, ഒന്നും വേണ്ട എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? I do have money. I do have money. ഇനി അടുത്തത് നമുക്ക് റിപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ആവർത്തന വിരസത ഒഴിവാക്കാൻ, ടു അവോയ്ഡ് റിപ്പറ്റീഷൻ വി ക്യാൻ യൂസ് ഡു ആൻഡ് ഡസ്. എനിക്ക് കോഫി ഇഷ്ടമാണ്, എൻ്റെ സിസ്റ്ററിനും കോഫി ഇഷ്ടമാണ്. അപ്പൊ നോർമലി ഇത് രണ്ട് സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ലൈക്ക് കോഫി, മൈ സിസ്റ്റർ ലൈക്സ് കോഫി എന്ന് പറയാം. ഐ ലൈക്ക് കോഫി, എനിക്ക് കോഫി ഇഷ്ടമാണ്. മൈ സിസ്റ്റർ ഡസ് ടു. ഡസ് ടു, സിസ്റ്ററിനും ഇഷ്ടമാണ്. ഇനി അവൾക്ക് കോഫി ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പൊ എങ്ങനെ പറയും? ഷീ ലൈക്സ് കോഫി ആൻഡ് ഐ ഡു ടു. ഐ ഡു ടു, എനിക്കും ഇഷ്ടമാണ്. ഇനി രണ്ട് ഡു ഒരുമിച്ച് വരുന്ന രണ്ട് സെന്റൻസ് കൂടെ നമുക്ക് നോക്കാം. നീ ജീവിക്കാൻ വേണ്ടി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്? വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്? ഇനി അവൾ ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? അവൾ, അപ്പൊ ഷീ ആണ്. അപ്പോൾ വാട്ട് ഡു ആണോ ഡസ് ആണോ? യെസ്, വാട്ട് ഡസ് ഷീ. ഇനി മെയിൻ വേർബായിട്ട് വരുമ്പോൾ എങ്ങനെ വരും? വാട്ട് ഡസ് ഷീ ഡു. വാട്ട് ഡസ് ഷീ ഡു. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഡു മെയിൻ വേർബാണ്, ആദ്യത്തെ ഡസ് ആണ്, അത് ഓക്സിലറി വേർബാണ്. മനസ്സിലായോ? അവിടെ പ്രസന്റ് ടെൻസ് ഫോം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ്. അവിടെ ഷീ വന്നതുകൊണ്ടാണ് അവിടെ ഡസ് വന്നത്. അപ്പൊ വാട്ട് ഡസ് ഷീ. പക്ഷെ അടുത്തത് ഡു ആണ് മെയിൻ വേർബ്. അവിടെ നമ്മൾ എന്തുകൊണ്ട് ഡു യൂസ് ചെയ്തു? മെയിൻ വേർബ് ഡു. അവിടെ പിന്നെ നമ്മൾ നോക്കുന്നത് ആരെയാണ്? ഷീയെ അല്ല നോക്കുന്നത്. കാരണം ഇവിടെ ഈ സെന്റൻസിൽ ഡസ് ഉണ്ട്. അപ്പൊ ഡസ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മെയിൻ വേർബിൽ എസ് വേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതുകൊണ്ടാണ് വാട്ട് ഡസ് ഷീ ഡു ഫോർ എ ലിവിങ്. ഇനി കുറച്ച് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കുറച്ച് സെന്റൻസുകൾ കൂടെ നമുക്ക് പഠിക്കാം പെട്ടെന്ന്. ഇന്ന് രാത്രി നിനക്ക് സിനിമയ്ക്ക് പോണോ? എങ്ങനെ ചോദിക്കും?
Do you want to go to the movies tonight? എനിക്ക് അതിന് സമയമില്ല. I do not have time for that. എന്തൊക്കെ പറഞ്ഞാലും അവൾ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഒരു പോയിന്റ് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും? She do ആണോ does ആണോ? She does have a point. Though. എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ പല കാര്യങ്ങളും അവൾ പറഞ്ഞെല്ലാം കുഴപ്പമായിരിക്കും, പക്ഷെ ഈ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. She does have a point though. അപ്പോൾ ഈ ദോ അവിടെ വന്ന എന്താ പറയുക? ബാക്കി എന്തൊക്കെ പറഞ്ഞാലും എന്നുള്ള അർത്ഥത്തിലാണ് ഈ ദോ അവിടെ വന്നിരിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. The new policy dash provide benefits for all. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡു വരുമോ ഡസ് വരുമോ? ഒരു എംഫാറ്റിക് സെന്റൻസ് ആണ്, ഊന്നി പറയുകയാണ്. The new policy dash provide benefits for all. എല്ലാവർക്കും ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ പുതിയ പോളിസി നൽകുന്നുണ്ട്. അപ്പൊ ഏകദേശമുള്ള എല്ലാ സംശയങ്ങളും മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. So see you in the next video. Until then, you take care. Sadguru Esharan.